തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അതിനുശേഷം നിർമ്മിച്ചിട്ടില്ല. അതിനുശേഷം ഒരാളുമായി ബന്ധപ്പെട്ട് ഒരു കെട്ടിടം തരാമെന്ന് സമ്മതിച്ചു. പക്ഷേ തൊട്ടടുത്ത നിമിഷം തന്നെ അയാൾ അതിൽ നിന്ന് പിന്മാറി. കാരണം കടുത്ത സമ്മർദ്ദമുണ്ട്, അതുകൊണ്ട് ഒഴിവാക്കി തരണം എന്ന നിലയിലുള്ള അഭ്യർത്ഥനയാണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഞങ്ങൾ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെയെങ്കിലും ബുദ്ധിമുട്ടിക്കണമെന്ന് ആഗ്രഹിക്കുന്നേയില്ല. അപ്പം അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയാണ് ആഫീസ് എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മറ്റ് സൗകര്യം കിട്ടിയാൽ അവിടേക്ക് മാറുക എന്നത് മാത്രമേ ഉള്ളൂ. അതില്ലാത്തത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഒരു തടസ്സമാകില്ല. പയ്യന്നൂരിൽ ഇത്തവണ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്ന CPMന്റെ പഴയ നേതാവായിട്ടുള്ള വി കുഞ്ഞികൃഷ്ണനാണ്. വി കുഞ്ഞികൃഷ്ണൻ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വളരെയധികം സജീവമായി കഴിഞ്ഞു. ഇപ്പം നമ്മോടൊപ്പം അദ്ദേഹം ചേരുകയാണ്. കൃഷ്ണേട്ടാ, നമ്മൾ പ്രചരണം വളരെ സജീവമായി കഴിഞ്ഞു അല്ലേ? പ്രചരണം വളരെ സജീവമായി കഴിഞ്ഞു. ഇപ്പോൾ വീട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 7 മണി മുതൽ വീട് കയറ്റം ആരംഭിച്ചതാണ്. കുറേ വീടുകൾ നമ്മൾ സന്ദർശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നല്ല നിലയിലുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന്. ഇതുമായി പാർട്ടിയോടൊപ്പം ചേർന്ന് നടന്ന ഒരാളിപ്പം പാർട്ടിക്കെതിരെ മത്സരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങളിൽ നിന്നല്ല, അല്ലെങ്കിൽ പാർട്ടി അനുഭാവികൾ ഉൾപ്പെടെയുള്ളവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? അല്ല, പാർട്ടിക്കെതിരെ മത്സരിക്കുക എന്നുള്ളതല്ല. ഞാൻ ഉന്നയിച്ച വിഷയം പരിഹരിക്കാൻ പാർട്ടി സന്നദ്ധമാകാത്തത് കൊണ്ട് പാർട്ടിക്കകത്ത് നടത്തിയ പോരാട്ടം അത് ഉപേക്ഷിക്കാൻ പറ്റില്ല, തുടരണം എന്ന നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി ഞാൻ സന്നദ്ധമായത്. ഇപ്പോൾ LDFന്റെ ഭാഗമായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ മാറ്റി മറ്റൊരാൾ സ്ഥാനാർത്ഥിയായി വന്നിരുന്നുവെങ്കിൽ ഞാൻ ഒരു കാരണവശാലും മത്സരിക്കുമായിരുന്നില്ല. കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരക്കാത്ത രീതിയിലുള്ള സമീപനങ്ങൾ, ധനാപഹരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതാണ് എന്നെ അയാളെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചപ്പോൾ മത്സരിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം. അതുകൊണ്ട് പാർട്ടിക്കെതിരെ എന്നുള്ള അർത്ഥത്തിലേ അല്ല. ഇതിനകത്ത് CPM പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു കാര്യം UDFന്റെ വേദി പങ്കിടുന്നു, UDFന്റെ കൂടെ നടക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളാണ് പറയുന്നത്. പാർട്ടിയെ തകർക്കാൻ UDFന്റെ കോടാലിക്കൈ എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അത് സജീവമായി കാണുന്നത്. ഇപ്പോൾ ഇതിന്റെ കൂടെ തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. തമിഴ്നാട്ടിൽ CPM ആരുടെ കൂടെയാണ് മത്സരിക്കുന്നത് എന്നത് നമുക്കറിയാം. CPMന് 4 MP ലോകസഭയിലുണ്ട്. അതിൽ കേരളത്തിലെ രാധാകൃഷ്ണൻ ഒഴികെ ബാക്കി 3 പേരും കോൺഗ്രസിന്റെ വോട്ട് നേടിക്കൊണ്ട് ജയിച്ച് പാർലമെന്റിൽ MP പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് കോൺഗ്രസുമായി കേരളത്തിൽ ഇതിനു മുമ്പ് CPM സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്, ഒന്നിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. ഇത് പുതിയൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ ഞാൻ സ്വതന്ത്രനായി മത്സരിക്കുകയാണ്. എന്നെ പിന്തുണക്കാൻ UDF ഇപ്പോൾ സന്നദ്ധമായിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഞാൻ സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ എല്ലാവരുടെയും വോട്ട് എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് എന്നെ സഹായിക്കാൻ, എന്നെ പിന്തുണക്കാൻ സന്നദ്ധമാകുന്നവരുടെ പിന്തുണ ഞാൻ സ്വീകരിക്കും എന്ന് തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഇതിനകത്ത് പൊതുവെ പയ്യന്നൂരിൽ നേരത്തെ ഒന്നും CPMന് ഇങ്ങനെ ഒരു വെല്ലുവിളി നേരിടേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രചരണ രംഗത്തടക്കം ചില തരത്തിലുള്ള ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രവണതകൾ അവർ കാണിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണം പോലും ഒരു ഘട്ടത്തിൽ നിർത്തിവെക്കേണ്ടി വന്നു, ഒഴിവാക്കേണ്ടി വന്നു. പുതിയത് എങ്ങനെയാണ്? നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് നിർമ്മിച്ചിട്ടുണ്ടോ? ബാക്കി അവരുടെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അതിനുശേഷം നിർമ്മിച്ചിട്ടില്ല. അതിനുശേഷം ഒരാളുമായി ബന്ധപ്പെട്ട് ഒരു കെട്ടിടം തരാമെന്ന് സമ്മതിച്ചു. പക്ഷേ തൊട്ടടുത്ത നിമിഷം തന്നെ അയാൾ അതിൽ നിന്ന് പിന്മാറി. കാരണം കടുത്ത സമ്മർദ്ദമുണ്ട്, അതുകൊണ്ട് ഒഴിവാക്കി തരണം എന്ന നിലയിലുള്ള അഭ്യർത്ഥനയാണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഞങ്ങൾ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെയെങ്കിലും ബുദ്ധിമുട്ടിക്കണമെന്ന് ആഗ്രഹിക്കുന്നേയില്ല. അപ്പം അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയാണ് ആഫീസ് എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മറ്റ് സൗകര്യം കിട്ടിയാൽ അവിടേക്ക് മാറുക എന്നത് മാത്രമേ ഉള്ളൂ. അതില്ലാത്തത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഒരു തടസ്സമാകില്ല. ഇത് മാത്രമല്ല, ഞങ്ങൾ അന്നൂരൊരു ചുമരെഴുത്ത് നടത്തിയപ്പോൾ അത് രാത്രി തന്നെ മായ്ച്ച് LDFന്റെ ചുമരെഴുത്ത് നടത്തി. പോലീസിൽ പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ ആ ചുമര് എഴുതിയത് മറച്ച് അവിടെ പോലീസിൻ്റെ പേരെഴുതി വെച്ചിരിക്കുകയാണ്. ഞാൻ ഏച്ചലാമ്പയിൽ കരിങ്കുഴി പ്രദേശത്തെ 2 ചുമരെഴുതി സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ സ്വതന്ത്ര എന്നുള്ളതിൻ്റെ തൊട്ട് മുമ്പിൽ രാത്രി UDF എന്ന് എഴുതി ചേർത്തു.
അപ്പം ആ നിലയിലെല്ലാം ഞാൻ എങ്ങനെ ചുമരെഴുതണം, എങ്ങനെ പ്രചരണം നടത്തണം എന്ന് പോലും LDF തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്ന്. ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ, ആ ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിക്കുന്ന നിലയിലേക്കാണ് CPM ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബോധപൂർവം പ്രകോപനം ഉണ്ടാക്കാനാണോ, അല്ല ഈ പ്രചരണ രംഗത്തുണ്ടാകുന്ന ഒരു ചലനങ്ങള് അത് കണ്ടിട്ടുള്ള അവരുടെ ഒരു വിമിഷ്ടാണോ ഇതിനകത്ത്? അല്ല, ബോധപൂർവം സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഉന്നയിച്ച വിഷയം ജനങ്ങളുടെ മുമ്പിൽ വീണ്ടും എത്താൻ പാടില്ല എന്നവരാഗ്രഹിക്കുന്നു. ധനാപഹരണം ഉൾപ്പെടെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിലെത്തുന്നത് തടയാൻ ഈ പ്രചരണത്തെ വഴിതിരിച്ചു വിടുക എന്നവരാഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമം കൂടിയാണോ ഇത് എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ UDFന്റെ വേദി പങ്കിടില്ല എന്ന് ആദ്യം നിലപാടെടുത്തിരുന്നു. അതിൻ്റെ അകത്ത് കൃഷ്ണൻ മാറി. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉൾപ്പെടെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അവർ UDFന്റെ നേരത്തെ ഉണ്ടായിരുന്ന സംവിധാനങ്ങൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എത്രത്തോളം ഇടപെട്ട് തുടങ്ങി, കാര്യക്ഷമമായി തുടങ്ങി? അല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സജീവമായി നടക്കണമെങ്കിൽ ഒരു കൂട്ടായ്മ അത്യാവശ്യമാണ് എന്ന ബോധ്യത്തിലാണ് തുടക്കത്തിലുള്ള നിലപാടിൽ നിന്ന് മാറ്റം വരുത്താൻ നിർബന്ധിതമായിട്ടുള്ളത്. പിന്നിപ്പോൾ കൺവെൻഷനുണ്ട്, കൺവെൻഷനിൽ പങ്കെടുക്കും. അപ്പോൾ ആ നിലയിൽ യോജിച്ച നിലയിൽ തന്നെ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും പയ്യന്നൂർ ഇത്തവണ ചരിത്രം തിരുത്തുമെന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മളൊരു വിലയിരുത്തൽ എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ നിലയിലുള്ള മാറ്റമുണ്ടാകും എന്ന ഒരു നിരീക്ഷണമാണ് ജനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ഒരു ഫലപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. പാർട്ടിക്ക് അതിന്റെ നിലപാട് തിരുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം വഴിവെക്കും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എൻ്റെ പുസ്തകത്തിന്റെ തലവാചകം തന്നെ നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്നതാണ്. അണികൾ തിരുത്താൻ തയ്യാറായാൽ ഈ പാർട്ടി രക്ഷപ്പെടും എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതല്ലെങ്കിൽ ചിലപ്പോൾ ബംഗാളിലെ അവസ്ഥ കേരളത്തിലും ഉണ്ടായേക്കാം എന്ന് ഞാൻ ഭയക്കുന്നു. അത് ആ നിലയിൽ തന്നെ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ നേരത്തെ പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും വി കുഞ്ഞികൃഷ്ണൻ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വളരെ സജീവമാണ്. ഇതുവരെ താൻ കൊണ്ടു നടന്ന പ്രസ്ഥാനം അത് ഒരു തെറ്റായ വഴിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള കാഴ്ചപ്പാട്, അത്തരത്തിലുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അതിനെതിരെ പോരാടുന്നതിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉപയോഗിക്കുന്നത്. ഈ ഘട്ടത്തിൽ UDFന്റെ ഉൾപ്പെടെ പിന്തുണ തേടുന്നുണ്ട്. പക്ഷേ പാർട്ടിയെ തിരുത്തുക എന്നുള്ളത് തന്നെയാണ് വി കുഞ്ഞികൃഷ്ണൻ മുന്നോട്ട് വയ്ക്കുന്ന തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം. ക്യാമറമാൻ ഷിജിത് കണ്ണോമനൊപ്പം ബിജീഷ് ഗോവിന്ദൻ, മീഡിയ 1 കണ്ണൂർ.